കൊഴുപ്പ് രണ്ട് രീതിയിലായിരിക്കും. ചർമ്മത്തിൽ അടിയിലെ കൊഴുപ്പും ആന്തരികമായ കൊഴുപ്പും. ആന്തരികമായ വിസറൽ ഫാറ്റ് കരളിനും ആമാശയത്തിനും കുടൽ, കിഡ്നി, ലിവർ, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്കും ചുറ്റുമാണ് അടിഞ്ഞുകൂടുന്നത്. ഇത് വെറും സംഭരിച്ച ഊർജമല്ല, ഇത് സജീവമായ ഒരു അവയവം, ഹോർമോൺ ഗ്രന്ഥിയാണ്. ഇത് ഇൻഫ്ലമേറ്ററി കെമിക്കലുകൾ സൃഷ്ടിക്കുന്നു. ഇൻസുലിൻ പ്രതിപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് നില ഉയർത്തുന്നു. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. കേരളത്തിൽ ഇന്ന് ഫാറ്റി ലിവർ വളരെ സാധാരണമാണ്. പലർക്കും ഭാരം വളരെ കൂടിയതായി തോന്നില്ല, പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നതായി കാണാം. വിസറൽ ഫാറ്റ് കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ ഉയരും. ഇൻഫ്ലമേഷൻ ഉയർന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അതോടെ പ്രമേഹ സാധ്യത ഉയരും. പ്രഷർ കൂടാൻ തുടങ്ങും. രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ, ഹൃദയാഘാതം, പക്ഷാഘാതം, അങ്ങനെ പലതരം രോഗങ്ങളുടെയും തുടക്കം ശരീരത്തിലടിയുന്ന അമിത കൊഴുപ്പിൽ നിന്നാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.